ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ടച്ചിങ് പോണ റൂട്ടിലാട്ടോ. ഇവിടെ നാച്ചോ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു വീടിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ചില്ല, ടെൻറ്റിൻ്റെ ആ ഷീറ്റ് വിരിച്ചിട്ട് എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, സൈക്കിള് പുറത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഡോർ തുറക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് മക്കളെ വ്യൂ കേട്ടോ. വ്യൂ അല്ലേ, ഡോർ തന്നെ സൗണ്ടാണ് കേട്ടോ കേട്ട്. അല്ല കിട്ടില്ല വ്യൂ ആണ്. അടിയിൽ കൂടെ ഒഴുകണതാണ് സുബൻസറി റിവർ കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതവിടെ ഒരു ഹട്ട് ഒറ്റയ്ക്ക് ഇരിക്കണുണ്ടല്ലേ നിങ്ങൾ ഇല്ലേ, അവിടെ കൃഷി ഉണ്ട് കേട്ടോ. പക്ഷെ ആൾക്കാർ എങ്ങനെ പോകണമെന്ന് ആലോചിക്കണം. പോല് കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ അവിടെ എനിക്കൊന്ന് പണിക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നട്ടാ. പിന്നെ ഇതാണ് റൂട്ട് കേട്ടോ, ഹൈവേ ആണ്, ഒറ്റ റൂട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ മെയിനായിട്ടുള്ളത് ഇതേപോലെയുള്ള ബൊലേറോ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ, അതായത് ഇവിടെ അങ്ങനെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ആകെ വരണോ വണ്ടിക്കുള്ളൂ കേട്ടോ, അല്ലാണ്ട് വലിയ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേപോലെയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ചാർജ് ഉണ്ട് കേട്ടോ. ഇപ്പം അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും അവരുടേതായിട്ടുള്ള ബിസി ആയിപ്പോയി. ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല കയറ്റമുണ്ട് കേട്ടോ, അതാണ് ഞാൻ കിടന്ന് കിതക്കണത്. ഈ ഒരു ഭാഗത്ത് നല്ല റോഡാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ റോഡാണെങ്കിലും നല്ല റോഡാണ്, ടാറിങ് ഒക്കെ ചെയ്തത്. ഇവിടേക്ക് ഇങ്ങനെ വേലി പോലെ ഇങ്ങനെ അതിർത്തി ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ വീട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണിയുണ്ട്. ചില ബിൽഡിങ്ങുകൾ പണിയണത് ഇവിടെ എന്തോ റോഡിൻ്റെ ഏതൊരു കമ്പനിയുടെ തോന്നുന്നു, ഒരു പിടുത്തമില്ല കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ പണിയുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത്രയും വലിയ വീടുകളോ അല്ലെങ്കിൽ ഇത്രയും വലിയ ബിൽഡിങ്ങോ താല്പര്യമില്ല. മിക്കവാറും അതൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വല്ല സ്കൂളിൻ്റെ ഒക്കെ ഇരിക്കും. अच्छा हाय भैया, हाय, आपका नाम क्या है? मेरा नाम भाई नाचो। भाई नाचो। हाय भैया, आपका नाम क्या है? मेरा नाम रातों का है। अच्छा, आप लोग कहाँ से हो? मतलब हम लोग ये ये नाचो सर्कल का ही है। नाचो सर्कल ये का जस्ट है ना? सामने वाले बस्ती से है। अच्छा 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 अच्छा। ओ यहाँ में कितना दूर है बस्ती आप लोग अभी का? यहाँ से लगभग अभी 1 किलोमीटर होगा। 1 किलोमीटर हो गया ना? अच्छा अच्छा, मिलने के लिए बहुत अच्छा होगा. നമ്മളെ പോണേക്ക് ഇവിടെ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ അതേ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ഫുഡ് എന്ന് പറയാണ്ട് മാഗിയാണ് കേട്ടോ. ഈ ഒരു സാധനം ഉണ്ടാക്കണത് മാജിക് മസാല മാഗി, ഇത് തന്നെ നൂഡിൽസ് തന്നെ, മാഗി അല്ല നൂഡിൽസാണ് കേട്ടോ. എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കണത്. ഇത് കഴിച്ചിട്ട് പോകാമല്ലോ വെച്ചിട്ടാ. വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നല്ല കയറ്റമുണ്ട്, നല്ല ഇറക്കമുണ്ട്. ഇനി എനിക്ക് തോന്നുന്നില്ല ഇറക്കം നല്ല രീതിയിൽ ഉണ്ടാവുമെന്ന്, പക്ഷേ നല്ല കയറ്റം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നല്ല ഹൈറ്റിലേക്കാണ് നമ്മൾ പോണത് ഇനി, അതായത് ബോർഡറിലേക്കാണ് പോണത്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാഗി സെറ്റായിട്ടാ. മാഗിയിൽ നമ്മുടെ നൂഡിൽസ് സെറ്റായി. ടേസ്റ്റ് ആകട്ടോ. അത് ചൂടാണ്ടാ, സംഭവം സെറ്റാണ്. ഞാൻ ഈ സാധനം ആദ്യമായിട്ട് അയക്കണമെന്ന് കേട്ടോ. നമ്മൾ മാഗിയാണ് നോർമൽ അയക്കണത്. പിന്നെ വേറൊരു സംഭവം ഉണ്ടാകുന്നത് ചൗച്ചോ എന്ന് പറഞ്ഞത്, അത് നമ്മൾ നേപ്പാൾ പോയ ടൈമിലാണ് കൂടുതലും കഴിച്ചത് കേട്ടോ. അത് എല്ലാ സ്ഥലത്തേക്കും കിട്ടും കേട്ടോ. നോർത്ത് ഈസ്റ്റിലൊക്കെ അത്യാവശ്യം സ്ഥലങ്ങളിൽ ഈ ചൗച്ചോ എന്ന് പറഞ്ഞ സാധനം കിട്ടും. നൂഡിൽസ് പോലെ ഇരിക്കും കേട്ടോ, അത് വേറെ ടൈപ്പാണ് ആ സാധനം. അത് ഓരോ ഫ്ലേവർ ഉണ്ടാവും, ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും, മുട്ടയുടെ ഫ്ലേവർ ഉണ്ടാവും. ഇത് വെജാണ്, ഇത് വെജല്ലെന്ന് തോന്നുന്നത്. എന്തായാലും കഴിക്കാം, നമ്മുടെ വിശപ്പെട്ടാൽ പോരെ. ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇതൊരു ചെറിയൊരു ഗ്രാമം കേട്ടോ, അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണത്. റോഡ് ഇപ്പോൾ ഒന്ന് മോശമായിട്ടാ. റോഡിലൊക്കെ കണ്ടില്ലേ, പന്നിക്കുഞ്ഞുങ്ങളാണ് ഫുള്ളും. പേടിച്ച് ഓടിപ്പോണേ. റോഡ് സീനാണല്ല, പക്ഷെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടംമാതിരി ഇവിടെ ഇഷ്ടംമാതിരി കുട്ടികളാണുള്ളത്. ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ട്. ഇത് എന്ത് സ്പീഡിലാണ് ഓടിപ്പോണ സാധനം. ഇവിടെ ഇന്ന് ഞായറാഴ്ച കൊണ്ട് അവധിയാന്ന് തോന്നുന്നുണ്ട്, കാരണം എല്ലാവരും പള്ളിയിൽ പോകണുണ്ടായിരുന്നു ഇവിടെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഈ മാസം 10-ാം തീയതി എന്തോ ഇവിടുത്തെ CM ഉണ്ട് കേട്ടോ, ടച്ചിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. നോക്കി പന്നിയൊക്കെ ഉറങ്ങാൻ കിടക്കണം. നോക്കി ഇതൊക്കെ ഇവർ വളർത്തണ പന്നികളാണ് കേട്ടോ. ഇവിടത്തേക്ക് വീടൊക്കെ പണിതേക്കണ അടിപൊളിയാണ് കേട്ടോ, കാരണം ഫുള്ളിങ്ങനെ മുളയിൽ താങ്ങിയാണ് വെച്ചേക്കണത്. ഇവർക്ക് ഇതിൻ്റെ ടെക്നിക്കൊക്കെ അറിയാം കേട്ടോ. ആ രീതിയിൽ പണിതില്ലെങ്കിൽ പിടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ.
പക്ഷെ നല്ല സ്ട്രോങ് ഉണ്ട് അത്. പോണേക്ക് ഒരു കിടിലം വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടാ. വെള്ളച്ചാട്ടം എന്ന് തന്നെ പറയാട്ടെ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടാ ചെറിയൊരിത്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അടിപൊളിയാണ് പക്ഷെ കാണാൻ വേണ്ടി. ഇഷ്ടംമാതിരി വാഴയുണ്ട് കാണുന്നത്. പക്ഷെ ഇതിലൊന്നും വാഴക്കൊലയൊന്നും കാണില്ല. എനിക്കൊന്നും എല്ലാവരും പറിച്ചെടുത്തിട്ടുണ്ടാവും തോന്നട്ടാ. വെള്ളച്ചാട്ടം നമുക്ക് എന്തായാലും ഒന്ന് അങ്ങാടൊക്കെ ഒന്ന് പോയി നോക്കാം. സീനാണ് മക്കളെ. ഇവിടേക്ക് ആരൊക്കെ വന്ന് ചെറിയ രീതിയിൽ ക്യാമ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നട്ടാ. ക്യാമ്പ് ഫയറൊക്കെ ഇട്ടതിൻ്റെ ഒരു ഇത് അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. നല്ല പവർ ഉണ്ട് കേട്ടോ വെള്ളത്തിന്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് ഈ ഒരു ഭാഗത്തിരിക്കുമ്പോ. തെളിഞ്ഞ വെള്ളം കേട്ടോ. തെന്നി വീട് കഴിഞ്ഞാൽ തീർന്നു, തല ഇടിച്ചേ വീഴുള്ളൂ. ഇത് തെളിഞ്ഞ വെള്ളമല്ലേ, ഇറങ്ങി കുളിക്കാട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട് വെള്ളം. കണ്ടിട്ട് ഇറങ്ങി കുളിക്കാന്ന് തോന്നുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്, നല്ല തണുപ്പുണ്ട്. ആ ഒരു മേലിൽ നിന്നാണ്ട് ഇറങ്ങി തന്നെ, ആ ഭാഗത്തു നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നത്. വീണ അതിനാ തീർന്നട്ടാ, ഒരു രക്ഷ ഉണ്ടാവൂല. നമ്മളെ തലയിടിച്ചാക്കി വെള്ളത്തിലേക്ക് വീണേട്ടാ. പോണേക്ക് വീണ്ടും ഒരു വെള്ളച്ചാട്ടം കണ്ട്. ഇതൊരു സ്വിമ്മിംഗ് പൂളാന്ന് വേണമെങ്കിൽ പറയാട്ടോ. നോക്കിയേ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് നല്ല തണുപ്പുള്ള വെള്ളമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം കഴിക്കുള്ളൂ. ഇവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ചാടി കുളിക്കാട്ടാ. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ മുഖം കഴിയുന്നതാണ്, നല്ല തണുപ്പുണ്ട്. പക്ഷെ സെറ്റാണ് മക്കളെ, ഒരു രക്ഷയില്ല. ഇവിടുന്ന് കാണുമ്പോ ഉണ്ടല്ല, ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കണേ. ഇങ്ങനെ വല്ലാണ്ട് എന്താ പറയാ, ഫീലിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണേട്ടാ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. നല്ല തെളിച്ചോണ്ടാ വെള്ളത്തിന്. ഈ വെള്ളം വേണേ കുടിക്കുകയൊക്കെ ചെയ്യാട്ടാ, കാരണം മലമുകളിൽ നിന്ന് തന്നെ വെള്ളമാണ്. അതുപോലെ തന്നെ ഇത് ഒഴുകി പോണ വെള്ളം കേട്ടാ. കണ്ടില്ലേ, ഒഴുകി അടിയിലേക്ക് പോകുന്നുണ്ട്. അടിയിൽ നമ്മൾ വന്നോയ്ക്കൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് ഇതിൻ്റെയൊക്കെ കണക്ഷൻ ആയിരിക്കും കേട്ടാ. കണ്ടില്ലേ, ഇവിടെയൊക്കെ റോഡ് പണി നടക്കണോണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പൊ എനിക്ക് അറിയില്ല ഈ വെള്ളം കുടിക്കാൻ കൊള്ളാന്ന്, കാരണം ഇവിടെ പണി കൊടുക്കണോണ്ട് ഇതിന്റെ ഇതൊക്കെ മൊത്തം കലങ്ങി ഇതിലേക്കാണ് വീഴുന്നത്. പക്ഷെ നല്ല തെളിച്ചോണ്ടാ വെള്ളത്തിന്. ये टैक्सी जाने का रास्ता ये ऊपर में ये साइकिल से आया। हाँ, कितना साइकिल। दिन में आया? 18 महीना 18 दिन महीना। महीना। अच्छा, ये रास्ता कहाँ पे? ये हम लोग का ये स्लो डेट का मध्य। अच्छा, ये और ये टक्सन का ऊपर वाला रास्ता है ना। ऊपर वाला। ये बस्ती जाने का रास्ता है ये। हाँ बस जाने का ग्रिप डेट ഇവിടെ രണ്ട് വഴി കാണിക്കണ്ടായിരുന്നു. ഇതിൽ റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊന്ന് ഗ്രിഫിൻ്റെ ബിആറോടെ ക്യാമ്പ് ആണെന്ന് തോന്നുന്നത്. മേലിൽ കൂടെ പോയി കഴിഞ്ഞാൽ ടാക്സിങ് പോണ റൂട്ടാന്ന് തോന്നണ്ട. അതാണ് ദീദി പറഞ്ഞത്. കൺഫ്യൂഷനാണല്ല. ഇത് തന്നെ ആയിരിക്കുള്ളൂ, ദീദി പറഞ്ഞ റൂട്ട് തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ. കടകൾ പക്ഷേ ഓപ്പൺ അല്ല കേട്ടോ, ആരെയും കാണല്ല. ഇവിടെയൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കേട്ടോ. സാർ कैसे हो आप लोग? बढ़िया बढ़िया सर। आप लोग का नाम क्या है सर? ओ मैं भी तो ठीक हूँ, सुधीर वर्मा। सर आपका नाम? राकेश। मैं भी राकेश कुमार। राकेश राहुल कुमार। हाय सर, कैसे हो आप? अच्छा सॉरी आप कैसे हो? नाम क्या है सर? अच्छा, आप कहाँ से हो? यूपी गया मैं। आप लोग? बिहार भी गया मैं, हरियाणा भी गया। आपका यूपी? अच्छा, मिलने के लिए बहुत अच्छा होगा। ओ ठीक है सर। आप लोग BRO में है ना? अच्छा, आप लोग का रास्ता में मैं लद्दाख साइड में तो वीडियो भी कर लिया, आपका काम वगैरह है ना। रास्ता में आपका वहाँ में भी है ना बहुत, ये हिमांग भी है और विजयक भी गया। ये फिलहाल अरुणाचल प्रोजेक्ट में अरुणाचल वहाँ में तवांग साइड में वाटक किया। तवांग में तो बढ़िया है। तवांग अरनांग ये हमारा डिपार्टमेंट का टफेस्ट लोकेशन है ये। अच्छा अच्छा अच्छा, आपका 70 किलोमीटर के बाद से लास्ट इंडिया लास्ट इंडिया। ओ, और ये मेचुका साइड है अरनाग आपका है? मचुका नहीं, ये तकसिंग है। तकसिंग साइड है। तकसिंग पड़ेगा। अच्छा अच्छा, थैंक यू सर, थैंक यू सो मच। ओके
നമ്മളെ പോണൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടുപിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ എല്ലാം ഇവിടെ റോഡ് പണിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകണേണ്. അപ്പോൾ അതെ ഇവിടെ ഒരു സംഭവം കണ്ടില്ലേ, ഇതിങ്ങനെ മുള പകുതി അതായത് നടുക്ക് വെച്ച് ഇങ്ങനെ കീറിയിട്ട് വെള്ളം പാസ് ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യാനുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചേക്കണേട്ടാ. ഇത് വെള്ളം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത് കുടിവെള്ളം ഉണ്ടാ, മലയെന്ന് ഒഴുകി വന്ന വെള്ളം ഇങ്ങനെ മുള വെച്ചാണ് ഇവർ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണേട്ടാ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇത് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. നോക്കിയേ, അറ്റത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് തോന്നിട്ടാ. പിന്നെയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ പയ്യെ നമുക്ക് മുന്നോട്ട് പോകാട്ടാ. എൻ്റെ പൊന്നോ, എന്തൊരു കയറ്റമാണ്. തള്ളി ഉപ്പാടല്ലേ കേട്ടോ മനുഷ്യൻ്റെ. ഇതൊരു ചെറിയൊരു വില്ലേജാണ് കണ്ടില്ലേ. ഇവിടെ തങ്ങാനില്ലാന്ന് ചോദിച്ചാൽ പക്ഷേ നെറ്റ്വർക്ക് ഇല്ല. എത്ര ദിവസം നെറ്റ്വർക്ക് ഇല്ലാതിരുന്നിട്ട്, കാരണം ഫോണൊക്കെ ഫുള്ളായിട്ടാ. വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. സ്റ്റോറേജ് മൊത്തത്തിൽ ഫുള്ളായി. എന്തെങ്കിലും മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ തങ്ങാറുന്നിട്ടാ. ഇവിടെ ആണെങ്കിൽ BSNL കിട്ടും, പക്ഷേ BSNLൊക്കെ ആടിപ്പാടിയ തന്നെയാണെന്ന് പറഞ്ഞ കേട്ടോ. പക്ഷേ വലിയ ഫാസ്റ്റ് ഒന്നുമില്ല. എൻ്റെ BSNL സിമ്പിൾ കേട്ടോ. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പട്ടിക്കൂട്ടം നിൽക്കണൊക്കെ. അങ്ങനെ നമ്മൾ ലിമിക്കിങ് എത്തിയേട്ടാ. നമ്മൾ ഏകദേശം 38-40 കിലോമീറ്റർ അടുത്തോളം നമ്മൾ സഞ്ചരിച്ച്. TCC 25 കിലോമീറ്റർ കേട്ടാ. അങ്ങനെ ലിമിക്കിങ് എത്തി. എൻ്റെ സൈക്കിളിലെ ബ്രേക്കൊക്കെ പോയിട്ടാ. ഞാൻ ലിമിക്കിങ് എത്തിക്കണമെന്നാന്ന് ചോദിച്ചതാണ്. കാരണം വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും കാരണം കുറേ ദിവസമായിട്ട് നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ ആകെ മുഞ്ചിരിക്കണതാണ്. കാരണം നമ്മുടെ ഫോണൊക്കെ ഫുള്ളാണ്. ഇവിടെ എവിടെന്നെങ്കിലും ഒരു വൈഫൈ കിട്ടിക്കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും തങ്ങാനുള്ള സ്ഥലം നോക്കണം. ഇവിടെ ടെൻ്റ് അടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ.